അവളുടെ കഴുത്തിൽ ആ താലി കെട്ടിക്കൊടുക്കുമ്പോൾ അവന്റെ മുഖത്ത് പല ഭാവങ്ങൾ മിന്നിമാഞ്ഞു. പകയായിരുന്നു അവന് അവളോട്. തന്റെ ലക്ഷ്യത്തിലേക്ക് എന്നാ പോലെ ആ താലി ചരട് അവളിൽ ചേർക്കുമ്പോൾ രക്ഷപ്പെടാൻ എന്നോണം അവൾ അവന്റെ കയ്യിൽ കിടന്നു കുതറി. ശ്രമങ്ങൾ എല്ലാം വിഫലമാക്കി കൊണ്ട് അവന് മൂന്നാമത്തെ കെട്ടും കെട്ടി അവളിൽ നിന്ന് അവൻ അടർന്നു മാറി. അവളുടെ മുഖം കരഞ്ഞു ചുവന്നു ഒരു പരുവം ആയിരുന്നു. അവളിൽ നിന്ന് അടർന്നു മാറി. ഹാളിൽ തന്നെ ഉള്ള ക്യാമറയിലേക്ക് നോക്കി പുച്ഛത്തോടെ ഒന്ന് ചുണ്ട് കൊട്ടികൊണ്ട് അവളുടെ കവിളിൽ ആഞ്ഞു അടിച്ചു അവൻ. അത് തന്റെ കവിളിൽ കൊണ്ടത് പോലെ ക്യാമറക്ക് അപ്പുറമുള്ളവൻ കൈ കവിളിൽ വച്ചു തല ചെരിച്ചു. അവന് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ലാപ്പിൽ കാണുന്ന വീഡിയോയിലേക്ക് ചുവന്ന കണ്ണുകളോടെ അവൻ നോക്കിയിരുന്നു. അതിലേറെ കൊതിയോടെ കരഞ്ഞു തളർന്നു വീണവളെയും. തന്റെ ഒറ്റ അടിയിൽ ബോധം മറഞ്ഞ് വീണവളെ എടുത്ത് തോളിലേക്ക് ഇട്ട് അവൻ ആ വീട് വിട്ട് പുറത്തിറങ്ങി. തന്റെ കാറിലേക്ക് അവളെ എടുത്തിട്ടു. പിന്നാലെ തന്നെ ആ വലിയ വീട്ടിലെ ഗാർഡ്സിനെ തല്ലി ശരിപ്പെടുത്തി കൊണ്ടിരുന്നവനും വന്നു കയറി. അവൻ കൂടെ കയറിയതും കാർ അവിടെ നിന്നും പുറത്തേക്ക് അതിവേഗം കുതിച്ചു. ഇനി നമുക്ക് പരിചയപ്പെടാം. ഇപ്പോ താലികെട്ടിയവനാണ് ആദിത്യ പ്രതാപ്. അടി കൊടുത്ത് നിന്നിരുന്നവൻ വിഷ്ണുപ്രസാദ്. ആഹ്, ഇനി ക്യാമറക്ക് അപ്പുറം ഇരുന്ന പല്ല് കടിച്ചു പൊട്ടിച്ചവൻ ശ്രാവൺ. ഇനി ഇവർ പൊക്കിക്കൊണ്ടു